അരുന്ധതിയെ വലിയ ടെൻഷനും വെപ്രാളമൊന്നും ഇല്ലാതെയാണ് കണ്ടത്. പിന്നീട് ചന്ദ്രവത്ത് പോയി ബഹളം വെച്ചു എന്നറിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു. എന്റെ മകന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം സർ. എന്ന് വെച്ചാൽ ഞാനിതിലൊന്നും ഇടപെടണ്ടെന്ന് അരുന്ധതി പറയാതെ പറയുകയാണ്. എനിക്കിനിയും പ്രഷർ താങ്ങാൻ വയ്യ സർ. സാറും ബുദ്ധിമുട്ടണ്ട. എത്ര ശ്രമിച്ചാലും ഒന്നും നടക്കില്ല. അവന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്. അരുന്ധതിയുടെ മാനസികാവസ്ഥയെ ഞാൻ മാനിക്കുന്നു. അരുന്ധതിയുടെ സ്ഥാനത്ത് വേറെ ആരായാലും മടുത്തിട്ടുണ്ടാവും, അറിയാം. അന്വേഷണമൊക്കെ എന്നേ വെച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, PM-നുള്ള അപേക്ഷ അതൊക്കെ ഞാൻ നേരത്തെ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷേ അരുന്ധതി, എങ്ങനെയാണ് അരുന്ധതിയോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്താ സാർ? ഞാൻ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് പതറുകയാണ്. പക്ഷെ എന്തായാലും അരുന്ധതി അറിഞ്ഞേ പറ്റൂ. സാർ കാര്യം പറയൂ. അരുന്ധതി അത് കേൾക്കുമ്പോൾ പതറിപ്പോകരുത്. വിധി അങ്ങനെ വേണം കരുതാൻ. സർ കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറയൂ. അരുന്ധതി ഇനി മകനെ കാത്തിരിക്കണ്ട. എന്താ സാർ? അരുന്ധതിയുടെ മകൻ ഋഷി ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല. അവൻ മരണപ്പെട്ടിരിക്കുന്നു. സർ, അതൊരു കൊലപാതകമായിരുന്നു. ചന്ദ്രവത്ത് സിദ്ധാർത്ഥന്റെ മകൻ നന്ദൻ നിങ്ങളുടെ മകനെ കൊന്നു.